യഥാർത്ഥത്തിൽ നിഗൂഢമായ കാഴ്ചകൾ നടക്കുന്നത് പാതിരാത്രിക്കും പുലർക്കാലത്തിനും ഇടയിലുള്ള സമയത്താണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു അന്വേഷണാത്മകമായിട്ടുള്ള ഒരു യാത്രയാണ് ഞാനിപ്പോൾ നടത്തുന്നത്. ബാക്കി വിവരങ്ങൾ തുടർന്ന് കാണിക്കുന്നു. എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ എവിടെ നിൽക്കണമെന്നറിയോ? ചാലക്കുടി പുഴയിൽ ഈ കൊമ്പമ്പാറ തടയണയുടെ തൊട്ട് താഴെയുള്ള ഈ ഭാഗത്ത് പുഴയുടെ തീരത്തിരിക്കുക. രാത്രി ഏകദേശം ഒരു 10:30 മണി കഴിഞ്ഞിട്ടുണ്ട്. എന്താ സംഭവം എന്നറിയോ? ഈ പിറകിൽ കുറേ പതച്ച സാധനം വരണണ്ട, പതച്ച വെള്ളം. എന്നിട്ടെന്നറിയോ, രാസമാലിന്യങ്ങളടങ്ങിയ വേസ്റ്റ് വരണതാണ്. എവിടേക്കാണ് തള്ളണമെന്നറിയോ? പുഴയിലേക്ക്. എന്ത് ക്രൂരതയാണ്! ഈ വെള്ളം എവിടേക്കാണ് പോകണത്? പിന്നെ എന്ത് പണ്ടാറടങ്ങണ പരിപാടി കാണിക്കണമെന്ന്. പണ്ടാറടങ്ങണ മീനുകൾ, എന്തെല്ലാം സാധനങ്ങൾ ഇവിടെ. മനുഷ്യന് ക്യാൻസർ ഒഴിഞ്ഞിട്ട് സമയമില്ല. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ഊമ്പപ്പണി. നോക്കിയേ, ഇതിനൊക്കെതിരെ ഇറങ്ങിത്തിരിക്കണം. എൻ്റെ ഒരു ഫോളോവർ ഈ വിവരം എൻ്റെ അടുത്ത് പറഞ്ഞിട്ട്, ഞാൻ കുറച്ച് നാളായിട്ട് ഇതിൽ കൂടെ ഇങ്ങനെ വഞ്ചിയിലൊക്കെ പോയായിരുന്നു. അങ്ങനെ കൃത്യമായിട്ട് ഞാൻ നോക്കിയപ്പോഴാണ് ഈ സാധനം. എന്ത് മണമാണെന്നറിയും, ചീഞ്ഞു കുഴിഞ്ഞ മണം. എന്തോരാളുകൾ ഈ വെള്ളത്തിൽ കുളിക്കാൻ പിടിക്കുകയൊക്കെ ചെയ്യണം പണ്ടാറടങ്ങാൻ. ഞങ്ങട്ട് വേസ്റ്റ് മുഴുവൻ തള്ളാനുള്ളതാണ് പുഴ. ഈ വക കാര്യങ്ങളെ ശ്രദ്ധയെ കാണിക്കുന്നു. ആണത്തുള്ള അന്തസ്സുള്ള ഭരണാധികാരികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആക്ഷൻ എടുക്കാൻ പറ്റിയെങ്കിൽ നല്ല കാര്യമാണ്. ഓക്കെ, സ്ഥലമൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലായില്ലേ? കൊമ്പമ്പാറ തടയണയുടെ തൊട്ടടുത്തായിട്ട്. ഓക്കെ, ഒന്നുകൂടി എൻ്റെ ദൃശ്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. വെള്ളം വന്ന് വീണ പുഴയുടെ കളറാണ് ഈ കാണുന്നത്. എങ്ങനെയുണ്ട്? പുഴയുണ്ടോ? ഇങ്ങനെയാണ് പുഴ മലിനമാക്കപ്പെടുന്നത്. ഇതിന് ആരൊക്കെ ഒത്താശ കൊടുക്കുന്നുണ്ടോ അവൻ്റെയൊക്കെ ജീവിതം ദുരിതത്തിലായിരിക്കും. കാരണം പുഴ എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ ജീവനാഡിയായിട്ട് ഒഴുകുന്നതാണ്. അതിലാണ് ഈ രാസമാലിന്യങ്ങളടങ്ങിയ സംഭവം കൊണ്ട് ഒഴുക്കുന്നത്. ഇത് തീർച്ചയായിട്ടും പൊതുജന സമക്ഷം കൊണ്ടുവരും. ഇതിനെതിരെ പ്രതികരിക്കണം. ഈ വിഷയത്തിൽ സത്വരമായ ഇടപെടലുണ്ടാവണം. ഈ ചാലക്കുടി പുഴ എന്ന് പറയുന്നത് അതീവ സംരക്ഷിത ഒരു പുഴയാണ്. ഈ പുഴയുടെ ഉള്ളിൽ നിരവധി വെറൈറ്റി ആയിട്ടുള്ള മത്സ്യവിഭവങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നശിപ്പിച്ച് കളയുന്നതാരാ? ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ. ഇതുപോലെ ഈ പുഴയിലേക്ക് തള്ളണ ഒരുപാട് സ്ഥലങ്ങൾ വേറെയുണ്ട്. എന്തായിരുന്നാലും ഈ വിവരം അറിയിച്ച എൻ്റെ ഫോളോവർക്ക് നന്ദി. എന്തായിരുന്നാലും നമ്മുടെ ഫോളോവേഴ്സ് വളരെ നന്മയുള്ളവരാണ്. കൃത്യമായ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാൻ, JFIസിലേക്ക് എത്തിക്കാനായിട്ട് അവർ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് നന്ദി പറയുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു മാസത്തോളം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുകയായിരുന്നു. വെള്ളം ഒഴുക്കുന്നത്, മലിനവെള്ളം പുഴയിലേക്ക് ഒഴുക്കുന്നത് നേരിട്ട് കാണണമെന്നൊരു അതിയായ ആഗ്രഹം കൊണ്ടാണ് വെള്ളിയാഴ്ച വൈകുന്നേരം 10 മണി മുതൽ 12 മണി വരെ കൊമ്പമ്പാറ തടയണയുടെ താഴെയുള്ള മേലൂർ പഞ്ചായത്തിൻ്റെ വശത്ത് തീരത്ത് ഞാൻ വന്നിരുന്നത്. അപ്പോൾ കണ്ട കാഴ്ച വളരെ നെഞ്ച് തകർക്കുന്നതായിരുന്നു. എത്രയോ ലക്ഷങ്ങൾ മുതലാക്കി ഇവിടെ ജലസ്രോതസ് പദ്ധതികൾ ഈ താഴെ പുഴയിൽ ഭരണാധികാരികൾ ഉദ്ഘാടനം ചെയ്യിച്ചിരിക്കുന്നു. ഈ വെള്ളം ഒക്കെ എത്തിച്ചേരുന്ന ആ ജലസ്രോതസ്സിലേക്കാണെന്ന് ഓർക്കുമ്പോൾ സങ്കടം തോന്നുന്നു. എന്തായാലും ഒറ്റക്കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇത് പുഴയെ തകർക്കുന്നതിനേക്കാൾ ഉപരി ഒരു ദേശത്തെ തന്നെയാണ് തകർക്കുന്നത്. ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഒഴുകുന്ന വെള്ളത്തിൻ്റെ സ്മെല്ല് അതീവ രൂക്ഷമായിരുന്നു. ഏതോ ബിയർ പോലുള്ള ഒരു ലഹരി പാനീയത്തിൻ്റെ സ്മെല്ലാണ് അവിടെ എനിക്ക് ലഭിച്ചത്. തീർച്ചയായിട്ടും ഇത്തരം മാലിന്യങ്ങൾ ഈ ദേശത്തെ തകർക്കുന്നു എന്നുള്ളത് കാണിക്കുന്നു. ഇനി ശനിയാഴ്ച കാലത്ത്, അതായത് ഈ വീഡിയോ എടുത്തത് വെള്ളിയാഴ്ച ഏകദേശം 10:30 കഴിഞ്ഞിട്ടാണ്. ശനിയാഴ്ച കാലത്ത് വന്ന് ഞാൻ ഇതേ സ്ഥലത്ത് തന്നെ ഇരുന്ന് മറ്റൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ക്ലിപ്പുകൾ കൂടി നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നല്ല നമസ്കാരം.
ഞാൻ ഇന്നലെ കാണിച്ചു തന്ന അതേ സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. കുറച്ച് മാസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ടൊരു വലിയ അന്വേഷണത്തിലായിരുന്നു. ഞാൻ ഈ നിൽക്കുന്നത് സ്ഥലം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ചാലക്കുടി പുഴയിലെ കൊമ്പമ്പാറ തടയണ എന്ന് പറഞ്ഞൊരു തടയണയുണ്ട്. ഇതിൻ്റെ ഇപ്പം ഞാൻ നിൽക്കുന്ന സൈഡ് എന്ന് പറഞ്ഞാൽ പൂലാനി. ഇവിടെ എൻ്റെ ഈ പിറകിൽ കാണുന്ന സ്ഥലം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ. ഈ സ്ഥലം കണ്ട ഒരു ചാല് പോലെ അവിടെ നിന്ന് വരണണ്ട. ഇത് കൈതക്കാടാണ്. ഈ ഭാഗത്തുനിന്ന് ഒരു ചാല് ഒഴുകി വരണത് നിങ്ങൾ കണ്ട. ഇന്നലെ രാത്രി ഇതിൻ്റെ തൊട്ടടുത്ത സ്ഥലത്താണ് ഞാനിരുന്നത്. ഞങ്ങൾ 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു പേജ് ഫോളോവർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണത്തിലായിരുന്നു. അങ്ങനെയാണ് 10 തൊട്ട് 12 വരെയാണ് ഈ കാണുന്ന ചാലിക്കോട പുഴയിലേക്ക് വളരെയധികം രാസമാലിന്യങ്ങൾ കലർന്ന അല്ലെങ്കിൽ വേസ്റ്റ് വെള്ളം ഒഴുക്കുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടത്. ഞങ്ങളിവിടെ എല്ലാ സജ്ജീകരണങ്ങളും കൂടിയാണ് വന്നത്. 10 തൊട്ട് 12 വരെ സമയത്ത് ഞങ്ങളിവിടെ ഇരുന്നു. അതിൻ്റെ ഫലമായിട്ട് കണ്ട കാഴ്ചയാണ് ഞാൻ നിങ്ങളെ ഇന്നലെ കാണിച്ചത്. വളരെ ഗുരുതരമായ രീതിയിൽ പുഴ മലിനമാക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, ജനങ്ങളുടെ ജീവന് വളരെ അത്യന്താപേക്ഷിതമായ ജലസ്രോതസ്സായിട്ടുള്ള പുഴയെ എന്തും തള്ളാവുന്ന ഒരു ഇടമാക്കി മാറ്റുകയാണ് ചിലർ. ആരാണ് ഈ ചിലർ? അതാണ് നമ്മൾ അറിയേണ്ടത്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം മനസ്സിലായില്ല. കൊമ്പമ്പാറ തടയണയുടെ തൊട്ട് താഴെയുള്ള ഈ ഭാഗത്ത് ആരാണ് ഈ പ്രദേശത്ത് ഇതുപോലെ വേസ്റ്റ് വെള്ളം ഒഴുക്കാനായിട്ട് സാധ്യതയുള്ള ആളുകൾ? ആരാണ് ഇതുപോലെ വേസ്റ്റ് വെള്ളം ഒഴുക്കി ഈ പുഴയെ മലിനപ്പെടുത്താനായിട്ട് തുനിഞ്ഞിറങ്ങുന്ന ലാഭേച്ഛയോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ നടത്തുന്നവരാരാണ്? ജനം തിരിച്ചറിയണം. ശരീരത്തിനും തലയ്ക്കും മത്ത് പിടിപ്പിക്കുന്ന ലഹരി, അത് ആ ലഹരിക്ക് വേണ്ടിയിട്ട് എന്തും തള്ളാവുന്ന ഒരിടമാണ് ചാലക്കുടി പുഴ എന്ന് പറയുന്നത്. അത് ഈ ഇവിടുത്തെ ജനതയുടെ മുകളിൽ കാർക്കിച്ച് തുപ്പുന്നതിന് തുല്യമായിട്ടുള്ള ഒരു ഇടപെടലാണ്. ലഹരി പിടിപ്പിക്കുന്ന ഏത് സാധനങ്ങളും എന്തും ആര് വേണമെങ്കിലും നിർമ്മിച്ചോ, പക്ഷേ അതിൻ്റെ വേസ്റ്റ് മുഴുവൻ തള്ളാനുള്ള ഒരു ഇടമാണ് ചാലക്കുടി പുഴ എന്ന് പറയുന്നത്. അത് ഇവിടുത്തെ ജനത ജാഗ്രതയോടുകൂടി ഇടപെടേണ്ട ഒരു വിഷയമായിട്ട് മാറിയിരിക്കുന്നു. കൊമ്പമ്പാറ തടയണയുടെ തൊട്ട് താഴെയുള്ള ഈ ഭാഗത്ത് വ്യവസായശാലകൾ നടത്തുന്നത് ആരാണ്? അങ്ങനെ വല്ല വ്യവസായശാലകൾ പ്രവർത്തിക്കണ്ടോ? ഇതുപോലെ ഇത്രയും 2 മണിക്കൂർ നേരം ഇതുപോലെ ഈ മാലിന്യ വെള്ളവും അതുപോലെ തന്നെ രാസമാലിന്യങ്ങൾ കലർന്ന സംഗതികളും ഈ പുഴയിലേക്ക് തള്ളിവിടുന്നത് ആരാണ്? ഞാൻ ഇന്നലെ നിങ്ങൾ കാണിച്ചു തന്ന ഇന്നലെ എടുത്ത ആ വീഡിയോയിൽ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൽ രാസമാലിന്യങ്ങൾ ഫിൽട്രൈസേഷൻ ചെയ്താണ് വെള്ളം വിടുന്നതെന്ന് ഒരു പക്ഷേ ആർക്കെങ്കിലും പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ, ആ വെള്ളം പോലും പുഴയിലേക്ക് വിടാൻ പാടുള്ളതല്ല. ഫിൽട്രൈസേഷൻ ചെയ്ത് കഴിഞ്ഞ് വരുന്ന വെള്ളം പോലും പുഴയിലേക്ക് വിടാൻ പാടുള്ളതല്ല എന്നിരിക്കെ, ഇതുപോലെ കടുത്ത അമ്ലങ്ങളടങ്ങിയ രാസാമ്ലങ്ങളടങ്ങിയ ഈ വെള്ളം പുഴയിലേക്ക് തുടർച്ചയായിട്ട് എല്ലാ ദിവസങ്ങളും തള്ളി ഈ പുഴയെയും പുഴയുടെ തീരത്തുള്ള ജനതയെയും നീണ്ട ഏറ്റവും ക്രൂരമായ രോഗങ്ങളിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമായിട്ടുള്ളൊരു ഇടപെടലാണ് ഈ തലയ്ക്ക് മത്ത് പിടിപ്പിക്കുന്ന ലഹരി ഉണ്ടാക്കുന്ന ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ എന്നുള്ള ചില സ്ഥാപനങ്ങൾ. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഈ വെള്ളം ഇങ്ങനെ പോകുന്നത് എവിടേക്കാണ്? ഇതിൻ്റെ അവിടെ എത്രയോ പേര് കുളിക്കുന്നു, എത്രയോ കടവുകളിൽ എത്രയോ ആളുകൾ കുളിക്കുന്നു ഈ ഒടുക്കത്തെ ചൂടിനെ രക്ഷ നേടാൻ വേണ്ടി. അവരൊക്കെ ഏത് വെള്ളത്തിലാണ് ഈ കുളിക്കുന്നത്? ഈ ഒടുക്കത്തെ രാസാമ്ലങ്ങൾ അടങ്ങിയ വെള്ളത്തിലാണ് ഈ കുളിക്കുന്നത്. അങ്ങനെ കുളിക്കുമ്പോൾ അവർക്കൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങൾ എന്താ? അപ്പോൾ ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. കാപ്പാത്തുങ്ക ചാലക്കുടിയാറിനെ കാപ്പാത്തുങ്ക. ഞാൻ ഇങ്ങനെയും കൂടി പറയാൻ കാരണം, ഇനി ഭാഷ വല്ലതും മലയാള ഭാഷ അറിയാത്ത ആളുകളാണ് ഏതൊക്കെ ഈ സ്ഥാപനങ്ങൾ നടത്തണമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കാപ്പാത്തുങ്ക ചാലക്കുടിയാറ് കാപ്പാത്തുങ്ക. ഇതുപോലെ ഞങ്ങളുടെ പുഴയനെ നശിപ്പിക്കാൻ പല ആളുകളും പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് ഈ നാട്ടിൽ പല കാര്യങ്ങളും ചെയ്ത് ജീവിക്കുന്നുണ്ട്. നല്ല കാര്യം. പക്ഷേ ഒരു പ്രകൃതി സ്രോതസ്സിനെ ഇതുപോലെ നശിപ്പിക്കുന്ന രീതിയിൽ, തകർക്കുന്ന രീതിയിൽ ഈ ജാതി പോക്കിരിത്തരം കാണിക്കുന്നത് ആരായിരുന്നാലും അവർക്കെതിരെ തിരിയുവാനും അവർക്കെതിരെ നടപടിയെടുക്കാനും പ്രതിഷേധവുമായിട്ട് മേലൂരിലെ ജനത, ഈ പുഴയെ സ്നേഹിക്കുന്നവർ, പുഴ സംരക്ഷണ സമിതിയിൽ നിന്നും പുഴയെ സ്നേഹിക്കുന്നവരെന്ന് പറഞ്ഞിട്ടൊക്കെ കുറേ കൂട്ടായ്മകളുണ്ട്. നിങ്ങൾ ഈ സെമിനാറും പേപ്പർ വർക്കിലും മാത്രമല്ല നിൽക്കേണ്ടത്. ഈ കാര്യത്തിൽ
അതായത് എല്ലാ വരുന്ന പേപ്പർ വർക്കും എല്ലാ സംഗതികളും മാത്രം നിങ്ങൾ നടത്തിക്കൊണ്ട് പോകാവുന്ന ആളുകളല്ല. ഈ വക വിഷയങ്ങളിൽ നിങ്ങൾ ഇടപെടണം എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. എത്രയോ ലിറ്റർ രാസാമ്ലങ്ങൾ നിറഞ്ഞ ഈ പറയുന്ന വെള്ളം ഇതൊഴുക്കുന്ന സ്ഥലമാണ് പറഞ്ഞത്. കണ്ട ഈ കൈതക്കാടിൻ്റെ മുകളിൽ നിന്നാണല്ലോ ഈ സാധനം ഒഴുകി വരുന്നത്. അവിടെ ആരുടെ അവിടെ നിന്നാണ് ഒഴുകി വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഇത് കാണുന്ന ആളുകൾക്കറിയാം. ഞാൻ നിൽക്കുന്ന സ്ഥലം ഏതാണെന്നുള്ളത് ഇതേ കണ്ട, ഞാൻ നിൽക്കുന്ന സ്ഥലം ഏതാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. കണ്ട അതെ, കൊമ്പമ്പാറ തടയണയ്ക്ക് തൊട്ട് താഴെയുള്ള ഈ ഭാഗത്ത് ആരാണ് ഇത്തരത്തിലുള്ള രാസാമ്ലങ്ങൾ ഒഴുക്കാൻ മാത്രമുള്ള സ്ഥാപനം നടത്തുന്നത്? എല്ലാ ഭരണ സ്ഥാപനങ്ങളെയും ഈ വിഷയം ശ്രദ്ധയപ്പെടുത്താണ്. ഇവിടെ ഹെൽത്ത് ഉണ്ട്, അതുപോലെ തന്നെ മേലൂർ പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണാധികാരികളുണ്ട്, MLA ഉണ്ട്, MP ഉണ്ട്, പുഴയെ സ്നേഹിക്കുന്നവരുണ്ട്. എല്ലാ കൂട്ടായ്മകളും ഈ പോക്കിരിത്തരം കാണിച്ചു തരുന്നു. എനിക്ക് ചെയ്യാവുന്ന കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. കാപ്പാത്തുങ്ക ചാലക്കുടിയാറിനെ കാപ്പാത്തുങ്ക. നന്ദി, നമസ്കാരം. ചേട്ടാ നമസ്കാരം. ഈ കൊമ്പമ്പാറ തടയണയ്ക്ക് താഴെയുള്ള ഭാഗത്ത് നടക്കുന്ന പുഴ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുന്ന ആളാണല്ലോ ചേട്ടൻ. ഒരുപാട് കാഴ്ചകൾ ചേട്ടന് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടുത്തെ പ്രധാന ചേട്ടൻ ഇപ്പം കണ്ട് മനം മടുത്ത ഏതെങ്കിലും കാഴ്ചകളുണ്ടോ? അതായത് ഈ ഭാഗത്തുനിന്ന് വെറുതെ ഇരിക്കുന്ന തീറ്റപ്പുല്ലിനുള്ള കൂടെ രാത്രി നേരത്ത് വെള്ളം അവർ തുറന്നുവിടും. നല്ല മഞ്ഞ നിറമുള്ള വെള്ളമായിരിക്കും. ഇവിടെ ഒക്കെ പതയായിട്ട് കാണാറുണ്ട്. ആരുടെ അടുത്ത് കംപ്ലൈന്റ് ഇല്ല. ഇതിന്റെ താഴെയൊക്കെ കുടിവെള്ളം കൊടുക്കുന്ന പമ്പുകളുണ്ട്. ഇവിടെ താഴെ ഇഷ്ടംപോലെ പമ്പുകളാ. കുടിവെള്ളത്തിന് പമ്പ് അവിടെ തവളപ്പാറ ഭാഗത്തേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്നത് അവിടെ നിന്നാണ്. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ, റിസോർട്ടുണ്ട് താഴെ, അവിടെ ഇഷ്ടംപോലെ ആൾക്കാരാണ് ഈ വേനൽക്കാലത്ത് വന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ വൃത്തികെട്ട പരിപാടി ഇവർ ചെയ്യണത്. നോക്കിയാൽ കുമ്പളവരിലേക്ക് അവിടെയൊക്കെ പതയാണ്, മഞ്ഞ പത വരും രാത്രി. അത് കാരണം ഇവിടെ ഒന്നും അവർ വൃത്തിയാക്കിയില്ല. അത്ര ഭാഗം എല്ലാ ദിവസവും അവിടെ പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കും. ഈ ഭാഗം വൃത്തിയാക്കാത്തത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് രാത്രി വെള്ളം വിടാനുള്ള സംഭവമാണ്. അവിടെയായിരുന്നു, അവിടെ ഒറ്റ പുല്ലുണ്ടോന്നൊക്കെ. ആ ഭാഗത്തൊന്നും പുല്ലില്ല. പുല്ലില്ലാണ്ടിരിക്കുന്നത് അവിടെ ഈ സാധനം വിട്ട് അവിടെ പുല്ലൊക്കെ പോയി. ഇനിയിപ്പോൾ ഇവിടെയും പുല്ലൊക്കെ പോകും. അത്ര എനിക്ക് പറയാറുള്ളൂ. ഇതിന് അധികാരപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ പുഴയെന്ന് സംരക്ഷിക്കുക. ഇത് ചേട്ടനും ഈ കാഴ്ച കണ്ടുകൊണ്ടിട്ട് എത്ര നാളായിട്ടുണ്ടാവും? ഞാൻ എല്ലാ വർഷവും കാണുന്നതാ. എല്ലാ വർഷവും ഉണ്ടാവും. ആരുടെ പരാതിപ്പെട്ടതെന്ന് നമുക്കറിയില്ല. നമ്മളിവിടെ മീൻ പിടിക്കാനൊക്കെ വരും, അല്ലെങ്കിൽ കുളിക്കാൻ കുട്ടികളൊക്കെ ആയിട്ട് വരാറുണ്ട്. അങ്ങനെയാണ്. അതിൽ ആരെങ്കിലും അധികാരപ്പെട്ട ആൾക്കാർ അതിനെതിരെ പ്രവർത്തിക്കാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് ചെയ്യുക.